സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തൂ മാർ ഏലിയാസ് കോളേജിനൊപ്പം. കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ, മികച്ച അധ്യാപനം, മനോഹരമായ ക്യാമ്പസ്, ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ്. ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സ്വർണ്ണ വ്യാപാരികളുടെ സംസ്ഥാന സമ്മേളനവും ആഭരണ പ്രദർശനവും 27 മുതൽ. കേരളത്തിലെ സ്വർണ്ണം, വെള്ളി, ഡയമണ്ട് വ്യാപാരികളുടെ സമ്പൂർണ്ണ സംസ്ഥാന സമ്മേളനം ജൂൺ 29 അങ്കമാലി അറ്റ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 27 രാവിലെ എക്സിബിഷൻ ആരംഭിക്കും. 27, 28, 29 തീയതികളിലാണ് പരിപാടികൾ നടക്കുന്നത്. 29 ആണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. 29 സംസ്ഥാന സമ്മേളനം കേരള വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടനുബന്ധിച്ച് എക്സിബിഷൻ്റെ ആരംഭം ഇന്ത്യയിലെ പ്രമുഖരായ സ്വർണ്ണ വ്യാപാരികൾ, കോർപ്പറേറ്റ് വ്യാപാരികളും അതോടനുബന്ധിച്ച് 200-ലധികം വരുന്ന വ്യാപാര പ്രമുഖരും ചേർന്ന് ഒരുമിച്ചാണ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. അത് 27 രാവിലെ 10 മണിക്ക്. വിവിധ പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് ആസൂത്രണം ചെയ്യുന്നത്. 27 തന്നെ ഉച്ചയ്ക്ക് ഒരു പാനൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും പോലീസ്, ലീഗൽ മെട്രോളജി തുടങ്ങിയ വകുപ്പുകൾ ചേർന്നുകൊണ്ടാണ് പാനൽ ഡിസ്കഷൻ നടക്കുന്നത്. അതിന് മോഡറേറ്ററായിട്ട് വരുന്നത് പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ജംഷീർ ആദമാണ് അതിന് മോഡറേറ്ററായിട്ട് വരുന്നത്. പിറ്റേന്ന് കാലത്ത് 2-ാം ദിവസം എക്സിബിഷൻ്റെ ഉദ്ഘാടനം കേരള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. അന്നേ ദിവസം തന്നെ 2 തരത്തിലുള്ള സെമിനാറുകൾ അവിടെ നടക്കുന്നുണ്ട്. രാവിലെ ഗോൾഡ് മെറ്റൽ ലോൺ എന്ന ഒരു വിഷയത്തിൽ ഗോൾഡ് വ്യവസായത്തിന് ലോണുകൾ നൽകുന്നതിനെ പറ്റിയുള്ള വിവിധ ബാങ്കുകൾ തമ്മിലുള്ള ഒരു ചർച്ചയാണ് രാവിലെ നടക്കുന്നത്. SBI, ആക്സിസ് ബാങ്ക്. സമ്മേളനത്തോടനുബന്ധിച്ച് ജൂൺ 27, 28, 29 തീയതികളിൽ കേരള ജ്വല്ലറി ഇന്റർനാഷണൽ ഫെയർ 2025 എന്ന പേരിൽ ആഭരണ പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജൂൺ 27 രാവിലെ 10 മണിക്ക് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളും ജം ആൻഡ് ജ്വല്ലറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ പ്രമോദ് ജയരാവാല, ഓൾ ഇന്ത്യ ജം ആൻഡ് ജ്വല്ലറി ഡൊമസ്റ്റിക് കൗൺസിൽ ചെയർമാൻ രാജേഷ് റോക്ടെ, TS കല്യാണരാമൻ, MP അഹമ്മദ്, ജോയ് ആലുക്കാസ്, ജോസ് ആലുക്കാസ് തുടങ്ങി പ്രമുഖരായ 300ഓളം സ്വർണ്ണ വ്യാപാരികളും ചേർന്ന് റിമോട്ട് ബട്ടൺ അമർത്തി പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2:30 GST, BIS, ലീഗൽ മെട്രോളജി, പോലീസ് റിക്കവറി തുടങ്ങിയ സ്വർണ്ണ വ്യാപാരികൾ ദിനംപ്രതി അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങളെ അധികരിച്ച് പാനൽ ഡിസ്കഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ജംഷീദ് ആലം മോഡറേറ്ററായിരിക്കും. 4 മണി മുതൽ അവധി വ്യാപാരത്തെ സംബന്ധിച്ച് സെമിനാർ നടക്കും. ജൂൺ 28 രാവിലെ 10:30 കേരള ധനമന്ത്രി KN ബാലഗോപാൽ 2-ാം ദിവസത്തെ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും. 11 മണിക്ക് സ്വർണ്ണ മെറ്റൽ ലോണിനെ സംബന്ധിച്ച് ബാങ്കുകളുടെ പാനൽ ചർച്ച നടക്കും. ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൃഷ്ണകുമാർ ഉണ്ണി മോഡറേറ്ററായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം 2:30 കേരളം സമ്പൂർണ്ണ ഹോൾമാർക്കിംഗ് സംസ്ഥാനമായതിന്റെ പ്രഖ്യാപനം കേരള ലീഗൽ മെട്രോളജി, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിക്കും. രാത്രി അവാർഡ് നൈറ്റും അനൂപ് ശങ്കറിന്റെ മ്യൂസിക്കൽ ഇവന്റും ഉണ്ടായിരിക്കും. കേരളത്തിലെ സ്വർണ്ണാഭരണ വ്യാപാര വ്യവസായ മേഖലകളിൽ നിസ്തൂല സംഭാവനകൾ നൽകിയവരെ ചടങ്ങിൽ ആദരിക്കും. ജൂൺ 29 രാവിലെ 11 മണിക്ക് സമ്പൂർണ്ണ സംസ്ഥാന സമ്മേളനം കേരള വ്യവസായ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ബെന്നി ബെഹനാൻ MP, റോജി ജോൺ MLA എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. കേരളത്തിലെ സ്വർണ്ണാഭരണ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 5000-ലധികം പേർ സമ്മേളനത്തിൽ സംബന്ധിക്കും. ആഭരണ പ്രദർശനത്തിന്റെയും സമ്മേളനത്തിന്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായതായി AKG SMA ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ അറിയിച്ചു. പുതിയ ആഭരണങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളതിനോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഒരു പുതിയ അറിവുകൾ പകരാൻ വേണ്ടിയുള്ള ഒരു നോളജ് ഹബ്ബായി കൂടി നമ്മളിതിനെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് ഒരു വലിയ സംഘം ആൾക്കാർ വരികയാണ്. നമ്മൾ ഇതോടനുബന്ധിച്ച് എയർപോർട്ട് മുതലുള്ള അങ്കമാലി വരെയുള്ള എല്ലാ ഹോട്ടലുകളും നമ്മൾ ഇതുമായിട്ട് ബുക്ക് ചെയ്തിരിക്കുകയാണ്. അതെല്ലാം ആൾറെഡി ബുക്ക്ഡാണ്.
അതോടൊപ്പം തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു മൺസൂൺ ടൂറിസം പോലെ നമ്മളിതിനെ കാണുന്നുണ്ട്. കേരളത്തിൽ ഇങ്ങനെ ഒരു എക്സിബിഷൻ നടക്കുമ്പോൾ അത് നമ്മുടെ നാടിന് ഗുണകരമാകുന്നു. ആ രീതിയിലേക്കും നമ്മളിതിനെ കൊണ്ടെത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായതിൻ്റെ വർക്കുകൾ ഈ നമ്മുടെ കൺവെൻഷൻ സെൻറ്ററിൽ തന്നെ നടക്കുകയാണ്. ഒരുപാട് പേർക്ക് ജോലി സാധ്യതകൾ ഇത് എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഗവൺമെൻറ്റിന് നികുതി വരുമാനം കൂടുന്നു, ഹോട്ടലുകളുടെ ഒരു വരുമാനം, ടൂറിസം മേഖലയ്ക്ക് ഒരു പുതിയ ഉണർവ്, ഇതെല്ലാം നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു മൺസൂൺ ടൂറിസം പോലെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.